അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറച്ചിയിട്ട കിണ്ണപ്പത്തിരി അല്ലെങ്കിൽ ആവിയിൽ വേവിച്ച ഇറച്ചി പത്തിരി, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം തന്നെയാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും കഴിക്കാനും പറ്റും, ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ കുറച്ചെങ്കിലൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തുടങ്ങാം. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അരി ഒന്ന് കുതിർത്ത് വെക്കണം. ഞാനിത് അവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കാൻ എടുക്കുന്ന കൈമ അരി യൂസ് ചെയ്യാം. കുറച്ചുകൂടെ ഫ്ലേവറും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. പിന്നെ അത് ഒരു 1/2 കപ്പ് ചോറ്റേരി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ ചോറ് വെക്കാനൊക്കെ എടുക്കുന്ന അരി ഉണ്ടല്ലോ, അത് ഏതായാലും കുഴപ്പമില്ല. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ഒരിളം ചൂടുള്ള വെള്ളത്തിൽ ഒരു 4-5 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ എല്ലില്ലാത്ത ഇറച്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നേരെ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്താൽ മതി. വല്ലാതെ വെന്തുടഞ്ഞു പോകണ്ട. അപ്പോൾ പിന്നെ ഇറച്ചി തീരെ കടിക്കാൻ കിട്ടില്ല, അപ്പോൾ അത്ര ടേസ്റ്റായിന്ന് വരില്ല. പിന്നെ നല്ല ഇളയ ഇറച്ചിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഇറച്ചിൻ്റെ വേവിനനുസരിച്ചിട്ട് വേണം ഈ കുക്കിംഗ് ടൈമൊക്കെ തീരുമാനിക്കാൻ. ഇനി ഇത് നമുക്ക് പണ്ടം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിതൊരു 4 മീഡിയം സൈസിലുള്ള ഉള്ളി നല്ല നേരിയതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, എരിവിന് ആവശ്യമായിട്ടുള്ള അത്ര പച്ചമുളക് അരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് താളിച്ചെടുക്കാം. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് താളിക്കാം, പിന്നെ നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അരി അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആദ്യം പകുതി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ മുൻപ് ഒരു ഈസി മീനായിട്ട് ഉണ്ടാക്കിയല്ലോ, അതേപോലെ ബാറ്റർ അരച്ചെടുത്താൽ മതി. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ല നൈസായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി ഇത് ബാക്കിയുള്ള അരിയും കൂടെ ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു കളറൊക്കെ കിട്ടും. പിന്നെ ഇത് 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. നമുക്ക് നല്ല തിക്ക് ബാറ്ററല്ല വേണ്ടത്, അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ബാറ്റർ തന്നെയാണ്. അത് വിചാരിച്ച് നല്ല നീർദോശൻ്റെ പോലെ അത്ര ലൂസായിട്ടുള്ള ബാറ്ററല്ല, അതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു ബാറ്ററാണ്. നമ്മൾ അരക്കുന്ന സമയത്ത് തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ നമുക്ക് നല്ലപോലെ അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ കുറച്ച് തിക്കായിട്ട് അരച്ചെടുത്തിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കിത് ലൂസാക്കിയിട്ട് എടുക്കാം. ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം പണ്ടം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് താളി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് 1 പിടി മല്ലിയില അരിഞ്ഞെടുത്തതും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് നമ്മൾ കിണ്ണപ്പത്തിരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആവിച്ചമ്പ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ഉയരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു പാത്രമോ വെച്ച് കൊടുക്കുക. പാത്രം വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് തിളക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാത്രം വീണ് പോകരുത്. ഞാനിപ്പോൾ വേവിച്ചെടുക്കുന്ന പാത്രം ഈ പാത്രത്തിൽ കറക്റ്റ് ടൈറ്റായിട്ട് നിന്നോളും, അതുകൊണ്ട് ചെരിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം വെച്ചിട്ടുള്ളത്. ഞാൻ ഈ പാത്രത്തിലാണ് നമ്മളെ പത്തിരി വേവിച്ചെടുക്കാൻ പോണത്. ഇത് നമുക്ക് നല്ലോണം ഓയിൽ തേച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇനി ഇത് നേരെ നമ്മൾ ആവിച്ചമ്പിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ച്
നല്ലോണം ആവി വരട്ടെ. പാത്രം നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ ഇതാ വെള്ളം തിളച്ച് നല്ലോണം ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രത്തിലേക്ക് അത്യാവശ്യം തിക്നെസ്സിൽ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി ഇത് മൂടി വെച്ച് നല്ലോണം ഒന്ന് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ മുകളിൽ പണ്ടം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ അത് ഫുള്ള് താഴെ പോയി നിൽക്കും. അടിഭാഗം ഒന്ന് ചെറുതായിട്ട് സെറ്റ് ആയിക്കോട്ടെ. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പണ്ടം ഒരു ലെയറാക്കിയിട്ട് ഇതേപോലെ അങ്ങോട്ട് വിതറിയിട്ട് കൊടുക്കാം. ആദ്യത്തെ ലെയറിൽ കുറച്ചധികം തന്നെ പണ്ടം ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ലെയർ ചെയ്യാൻ. വല്ലാതെ ആ ലെയർ അങ്ങോട്ട് വെന്ത് പോകരുത്. പിന്നെ നമ്മൾ അടുത്ത് ഒഴിക്കുന്ന ലെയർ ഇതായിട്ട് സ്റ്റിക്കായി നിൽക്കില്ല, അത് വേറെ ആയിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ ഇറച്ചിപ്പണ്ടം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലെയർ മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ലെയറും ചെയ്തെടുക്കാം. അത് ഇഷ്ടമുള്ളത്ര ലെയർ ചെയ്തെടുക്കാം. ലെയറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമും കുറച്ചധികം കൂടുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ കിണ്ണപ്പത്തിരി കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കത്തി കൊണ്ട് നടുഭാഗത്ത് തന്നെ അങ്ങോട്ട് കുത്തി നോക്കാം. അപ്പോൾ ഇതാ മാവ് പോലെ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മളെ കിണ്ണപ്പത്തിരി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഞാൻ ഈ ചെറിയ പാത്രത്തിലും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനുള്ള മാവ് മസാലയും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളിനി ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റൊക്കെ പകുതിയാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പത്തിരി ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ചൂടാറി വരുമ്പോൾ തന്നെ അത് പാത്രത്തിൽ നിന്ന് വിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് മറിച്ചിടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി നമുക്കിത് അങ്ങോട്ട് മുറിച്ച് നോക്കാം. അപ്പോൾ കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല കറക്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ നല്ല എളുപ്പവുമാണ്. പ്രത്യേകിച്ച് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ പൊരിച്ച സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം സമയം തന്നെ വേണ്ടി വരും. അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. പിന്നെ എണ്ണ പലഹാരം അല്ലല്ലോ, അതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻസിൽ അറിയിക്കണം. അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.